ഇന്നത്തെ വീഡിയോയിൽ പാലക്കാടിനെ കുറിച്ച് പറയുകയാണ്. പാലക്കാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ല ആണ് പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ലയാണ് ഇത് പാലക്കാട്. അതുപോലെ തന്നെ സംഘകാലഘട്ടത്തിൽ പൊറൈനാട് എന്നറിയപ്പെടുന്നു. സംഘകാലഘട്ടത്തിൽ ഏത് പേരറിയപ്പെടുന്നു? പൊറൈനാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? പാലക്കാടാണ്. സംഘകാലഘട്ടത്തിൽ പൊറൈനാട് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ കരിമ്പനകളുടെ നാടെന്നും എന്നറിയപ്പെടുന്നുണ്ട്. പാലക്കാട് അറിയപ്പെടുന്നുണ്ട്. കരിമ്പനകളുടെ നാടെന്നറിയപ്പെടുന്നു. ആൻസർ എന്താണ്? പാലക്കാടാണ്. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നത് പാലക്കാടിനെയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജില്ല ഏതാണ്? പാലക്കാടാണ് കേട്ടോ. പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? പാലക്കാടാണ്. അതുപോലെ തന്നെ നീലക്കടലയുടെയും നെല്ലിൻ്റെയും ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. അതുപോലെ തന്നെ നീലക്കടലയുടെയും നെല്ലിൻ്റെയും ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ല കൂടിയാണ് ഏത്? പാലക്കാട്. അതുപോലെ പാലക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ പാലക്കാടാണ്. അതുപോലെ പാലക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, റെയിൽവേ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കഞ്ചിക്കോട്. പാലക്കാട്. റെയിൽവേ കോച്ച് ഫാക്ടറി എവിടെ സ്ഥിതി ചെയ്യുന്നു? കഞ്ചിക്കോട്. അതെവിടെയാണ്? പാലക്കാട്. അതുപോലെ തന്നെ ചൂളന്നൂർ മയിൽ സങ്കേതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പാലക്കാടാണ്. ചൂളന്നൂർ മയിൽ സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ പാലക്കാട്. അതുപോലെ പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പാലക്കാടാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതവും അതുപോലെ തന്നെ ചൂളന്നൂർ മയിൽ സങ്കേതം എവിടെയാണ്? പാലക്കാടാണ്. അതുപോലെ കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രഥോത്സവമായ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാടാണ്. എവിടെയാണ്? പാലക്കാടാണ്. കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആൻസർ പാലക്കാട്. അതുപോലെ തന്നെ പാലക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുഞ്ചൻ നമ്പ്യാരുടെ ജന്മദേശമായ കിള്ളിക്കുറിശിമംഗലം എവിടെയാണ്? പാലക്കാടാണ്. കിള്ളിക്കുറിശിമംഗലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ചുരമായ പാലക്കാട് ചുരം എവിടെയാണ്? പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരമായ പാലക്കാട് ചുരം എവിടെയാണ്? പാലക്കാടാണ്. പാലക്കാട് ചുരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തെയും തമിഴ്നാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം, പാലക്കാടിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരം, കേരളത്തിലെ ഏറ്റവും വലിയ ചുരം, പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഭാരതപ്പുഴയാണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ പാലക്കാടിനെ കുറിച്ച് പറയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാടാണ് കേട്ടോ. പാലക്കാട്. വരിക്കാശ്ശേരി മന എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. ദേവാസുരം പോലെയുള്ള സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നത് എവിടെയാണ്? വരിക്കാശ്ശേരി മനയിലാണ്. വരിക്കാശ്ശേരി മന എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? പാലക്കാട്. എവിടെയാണ്? പാലക്കാട്. അതുപോലെ കാനായി കുഞ്ഞിരാമൻ്റെ അതിപ്രശസ്തമായ യക്ഷിപ്രതിമ എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? മലമ്പുഴ, പാലക്കാട് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? മലമ്പുഴ അണക്കെട്ട്. എവിടെയാണ്? പാലക്കാടാണ്. അതുപോലെ പാലക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതുപോലെ പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട കലാരൂപമാണ് കന്യാർ കളി. ഓർത്തുവെച്ചുള്ള പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട കലാരൂപം ഏതാണ്? കന്യാർ കളിയാണ്. കന്യാർ കളി. ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക നദി എന്നറിയപ്പെടുന്നതിനെയാണ് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയാണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ യൂസ്ഫുള്ളായ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നത് തുടർച്ചയായിട്ട് കാണുക. ഒരു കാര്യം പറയട്ടെ, അതുപോലെ കേരളത്തിൽ നല്ല ഹൽവ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണിത് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ നല്ല ഹൽവ കിട്ടും. കാരണം കോഴിക്കോടൊക്കെ ഉണ്ടാക്കുന്ന ഹൽവ ആളുകൾ എവിടെ കൊണ്ട് വിൽക്കാറുണ്ട്? പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവച്ച് വിൽക്കാറുണ്ട്. ഞാനൊരു തവണ പാലക്കാട് വഴി പോയപ്പം ഈ ഹൽവ മേടിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നല്ല സൂപ്പർ ഹൽവ കിട്ടുന്ന സ്ഥലം കൂടിയാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. യൂസ്ഫുള്ളായ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക? തുടർച്ചയായിട്ട് കാണുക.